പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം ഒരു മതേതര നാടാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ സഹോദരങ്ങളായി സഹോദരികളായി ജീവിച്ചു പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന ഉദാഹരണമാണ് 3-4 ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ. നമുക്കറിയാം, നിമിഷപ്രിയ എന്ന നമ്മുടെ സഹോദരി യമനിൽ ജയിലിൽ കഴിയാണ്. അതിന്റെ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാൽ ആ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി, ആ സഹോദരിക്ക് വേണ്ടി നമ്മുടെ നാട്ടിൽ പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുക, രക്ഷപ്പെടുത്താൻ വേണ്ടി. പല രാഷ്ട്രീയക്കാരും പല യൂട്യൂബ് ചാനലിലും മറ്റു എല്ലാ ചർച്ചകളിലും അവരുടെ വിഷയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുത്ത് ആയ ബഹുമാനപ്പെട്ട EP അബൂബക്കർ മുസ്ലിയാർ അവർകൾ ഈ പ്രായമായ സമയത്തും ശാരീരികമായി അസുഖമുള്ള സമയത്തും നമ്മുടെ സഹോദരിക്ക് വേണ്ടി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച ചെയ്ത് ഇത് നടപ്പിലാക്കേണ്ടിയിരുന്ന അവരുടെ വധശിക്ഷ കുറച്ചു ദിവസത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ബഹുമാനപ്പെട്ട EP ഉസ്താദ് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ഇന്ന് ആ ബഹുമാനപ്പെട്ടവരുടെ പ്രവൃത്തിയെ കേരളത്തിലുള്ള എല്ലാ ചാനലുകളും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും 1-2 യൂട്യൂബ് ചാനലുകൾ എന്ത് ചെയ്താലും തെറ്റാണെന്ന് കാണിക്കുന്ന ചില ചാനലുകൾ ഒഴികെ ബാക്കിയുള്ള നാഷണൽ ചാനലുകൾ വരെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ അദ്ദേഹത്തെ എത്ര പുകഴ്ത്തി പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ മനസ്സിന് ഒരു മാറ്റവും സന്തോഷവും കാര്യങ്ങളും പ്രത്യേകിച്ച് ഉണ്ടാവുന്ന ഒരു അവസ്ഥയില്ല. എന്നതുപോലെ തന്നെ എത്ര കുറ്റം പറഞ്ഞാലും അദ്ദേഹത്തിന് അതൊരു വിഷമം ഉണ്ടാവില്ല. കാരണം അതൊന്നും പുകഴ്ത്തലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തല്ല ബഹുമാനപ്പെട്ട ഉസ്താദ്. ഇതേപോലെ പല പ്രശംസകളും ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാനാണ് ഉസ്താദ്. ആ ഉസ്താദിന് ഇപ്പോ ഒരു വിഷയത്തിൽ ഒരു പ്രശംസ കിട്ടി എന്നുള്ളതുകൊണ്ടൊന്നും പ്രത്യേകിച്ചൊന്നും നേടാനില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തെ കുറ്റം പറഞ്ഞ് ഇവിടെ പല ചർച്ചകളിലും കൊണ്ടുവരുന്ന യൂട്യൂബ് ചാനലിലെ ആളുകളോടാണ്. എല്ലാ സംഗതിയിലും വർഗീയത കുത്തിക്കയറ്റിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്, അതേത് മതക്കാരായാലും നമ്മുടെ നാട് നല്ല രീതിയിൽ പോകേണ്ട. കേരളം ഏത് സംസ്ഥാനത്തെക്കാളും ഇന്ത്യ മറ്റേത് രാജ്യത്തെക്കാളും വളരെ സൗഹൃദമായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പല സംസ്ഥാനങ്ങളിലും വർഗീയത കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഭയപ്പെടണം. തീർച്ചയായിട്ടും നമ്മൾക്കൊക്കെ ഈ വിഷയത്തിൽ വളരെയധികം സന്തോഷമുണ്ട്. തലാലിന്റെ കുടുംബം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ വധശിക്ഷ മാറ്റിക്കിട്ടേണ്ടതിലേക്കുള്ള ചർച്ച ഇന്ത്യയിലെ പല പ്രമുഖരും, നമുക്കറിയാം, നമ്മുടെ ബോബി ചമ്മണൂരായാലും അതേപോലെ മറ്റു പലരും, നമ്മുടെ ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും എല്ലാവരും ശ്രമിക്കുന്നുണ്ടാവും. അത് ആര് ശ്രമിച്ചാലും നമുക്കെന്താവണം, നമുക്ക് ഈ കാര്യങ്ങൾ നേടിയെടുക്കണം. നമ്മുടെ സഹോദരി ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അത് സാധിക്കട്ടെ, സന്തോഷത്തിലാവട്ടെ. ആ നിമിഷക്രിയ എന്ന സഹോദരിക്കും കുടുംബത്തിനും സന്തോഷമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ, വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് നിങ്ങളുടെ സ്വന്തം സഹോദരൻ KPMK കുഞ്ഞി.